എല്ലാ ലവ് സ്റ്റോറിയും പോലെ നിങ്ങളുടെ ലവും ഒരു വഴക്കിലാണ് തുടങ്ങിയത് അല്ലേ? യു ആർ എക്സാക്ട്ലി റൈറ്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ പോയ ഒരു പുതിയ ഫീലിങ്ങിന് മഹേശ്വരിയാണ് അടിത്തറയായത്. അന്ന് രാത്രി അവൾ എന്റെ വീട്ടിൽ വന്നുണ്ടാക്കിയ വഴക്കിന് ശേഷം മഹിയുടെ ഉള്ളിലുള്ള നിഷ്കളങ്കതയോട് എനിക്കുള്ള പ്രണയം വല്ലാതെ കൂടി വന്നുകൊണ്ടിരുന്നു. കേട്ടിടത്തോളം നിങ്ങളുടെ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു. ഞാൻ ഹീറോ ആകാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടോ അതുപോലെ തന്നെ അത് നിലനിർത്താനും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഫാക്ടറി നിർമ്മിച്ച് വ്യവസായങ്ങൾ മെച്ചപ്പെടുത്താമെന്നാണോ? നല്ല രാഷ്ട്രീയക്കാരനെ പോലെ ഡയലോഗും അടിച്ച് ചുടുവിലയ്ക്ക് ഭൂമി അങ്ങ് എടുത്തല്ലേ? അതിനുവേണ്ടി ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്തു? മന്ത്രി സാറേ, 5 ദിവസം ഞങ്ങൾക്ക് സമയം താ. നിങ്ങൾ ചോദിച്ച പണം 6 ബാങ്കിലോ നിങ്ങളുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയിടും. പൊതുജനങ്ങളെ സേവിക്കുന്നതിലേക്ക് അവരെ കണ്ടേ പറ്റും. അതിനുള്ള സമയമായി. നമസ്കാരം. കുഴപ്പമില്ല, നല്ല കൺട്രോളിലാണല്ലോ അല്ലേ? കാശ് കൊടുത്ത് വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്നവരല്ല, എന്നോടുള്ള വിശ്വാസം കൊണ്ട് വന്ന ആൾക്കാരാണ്. ഇവർക്ക് ആ ഡിസിപ്ലിൻ ഉണ്ട്. അതിനെന്താ? അതിനുവേണ്ടി എന്താ ഞാൻ റോഡിൽ ഇറങ്ങണോ? നിങ്ങൾ കാര്യം പറ. ഇത് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ജോലി തീരുമല്ലോ. ആർക്ക് വേണ്ടി? മറ്റാർക്കും അല്ലെന്നേ, നിങ്ങൾക്ക് വേണ്ടി തന്നെയാ. ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ അതോ നിനക്ക് ദാസ്യപ്പണി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടോ? 4 പേരെ കൂടെ കൊണ്ടുവന്ന ഹീറോ എന്ന വിചാരം. ഹീറോയാണോ സീറോയാണോ എന്ന് എല്ലാവർക്കും അറിയാം. അല്ല, നിനക്ക് എന്താ വേണ്ടത്? 2009 ഇലക്ഷന് മുൻപ് നീയും ഭാര്യയും 2 കൈ നീട്ടി എന്റെ നാട്ടില് മുക്കിലും മൂലയിലും ഓരോരോ വീടുകളിലും കയറി ഇറങ്ങി നിങ്ങളൊക്കെ എനിക്ക് വോട്ട് ചെയ്താൽ നിങ്ങളുടെ നാട്ടിൽ ഫ്ലോറൈഡിന്റെ പ്രശ്നം ഉണ്ടാവില്ല, ഒരു മനുഷ്യൻ പോലും അവിടെ രോഗിയായി മാറില്ല, അതുപോലെ ഒരാൾ പോലും വികലാംഗരായി മാറില്ല എന്ന് നിങ്ങൾ വാക്ക് കൊടുത്തില്ലേ? ആ വാക്ക് പാലിക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കേൾക്കുന്നത് അപ്പൊ തന്നെ ചെയ്തീരാ. ഞാൻ CM ഒന്നുമല്ല. അയ്യോ എന്റെ മന്ത്രി സാറേ, അദ്ദേഹം മാനത്തുനിന്ന് പൊട്ടി വീണൊന്നുമല്ല. ഇലക്ഷന് മുമ്പേ അദ്ദേഹം എല്ലാവരുടെ മുന്നിൽ കൈനീട്ടിയതാണ്. ഭിക്ഷ അയച്ചു വാങ്ങിയ വോട്ടുകളാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുമെന്നും പറഞ്ഞിരുന്നു. ഫ്രീ ആയിട്ടാണല്ലോ എനിക്ക് വോട്ട് നൽകിയത്. ഒരു വോട്ടിന് 1000. അതുപോലെ ചാരായവും ഇലക്ഷന് മുമ്പ് നന്നായിട്ട് തിന്നാൻ തന്നത് തന്നെയാണ്. പന്നികളെ മേയ്ക്കുന്ന പോലെയാണ് പറയുന്നത് പറയാൻ നിനക്ക് നാണമില്ലടാ. നീ കൊടുത്ത മദ്യക്കുപ്പികൾക്കും ബിരിയാണി പാക്കറ്റുകൾക്കും അതിന്റെ കൂടെ കൊടുത്ത 1000 രൂപയ്ക്കും വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ 5 വർഷം അടിമകളായിരിക്കണം എന്നാണോ പറയുന്നത്? ഈ നാട്ടിലെ പാവം ജനങ്ങൾ ഇപ്പോൾ നിനക്കെതിരായി നിൽക്കുകയാണ്. നിന്നെ തോൽപ്പിച്ചിരിക്കും. എന്നിട്ട് ആ സീറ്റിൽ ഞാനിരിക്കും. ഇത് നിന്റെ ഓർമ്മയിലിരിക്കട്ടെ. ഇതെന്റെ വാക്കാണ്. അല്ല, എനിക്കറിയാൻ വേണ്ടി വയ്ക്കാം. നിനക്ക് രാത്രിയും പകലൊന്നും ഇല്ലേ? രാത്രി അവിടെ ടെൻഷൻ ആക്കി, പകൽ ഇവിടെ ലൊക്കേഷൻ വന്നിട്ട് എന്നെ ടെൻഷൻ ആക്കുന്നു. ഇരിക്കവിടെ, എന്ത് കാര്യമാണെങ്കിലും സംസാരിച്ച് ചേർക്കാം. നിങ്ങളുടെ ഈ ഫിഗറിനും പേഴ്സണാലിറ്റിക്ക് ഈ ഡയലോഗ് തീരെ മാച്ച് ആവുന്നില്ല. നിങ്ങൾ എന്നെ എലിമിനേറ്റ് ചെയ്താലും ഓഡിയൻസ് പോളിൽ ഞാനാണ് ജയിച്ചത്. നാളെ ഫൈനൽ പ്രോഗ്രാം നടക്കാൻ പോവാ. ഓ, ഇതായിരുന്നോ കാര്യം? ഇതിനൊക്കെ ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. ഹലോ, നിങ്ങൾ എങ്ങനെ ആ ഭാഗത്ത് കണ്ടാലുണ്ടല്ലോ ഇവിടത്തെ നിങ്ങളുടെ ഷൂട്ടിങ്. സോ ഈ ബ്യൂട്ടിഫുൾ പെർഫോമൻസിന് സാർ എത്ര മാർക്ക് കൊടുക്കും? ഞാൻ നൽകുന്ന സ്കോർ, ഞാൻ നൽകുന്ന മാർക്ക്. താങ്ക് യു സർ. സോ നമ്മുടെ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് ആശ. വളരെ നന്നായിട്ട് ചെയ്തു. പക്ഷേ ഗ്രേസ് എന്തോ കുറച്ച് മിസ്സായ പോലൊരു ഫീൽ വന്നു. അടുത്ത പ്രാവശ്യം നന്നായി ട്രൈ ചെയ്യണം. ഇപ്പോ ഞാൻ നൽകുന്ന മാർക്ക്, ഞാൻ നൽകുന്ന സ്കോർ. താങ്ക് യു വെരി മച്ച് സർ. സോ ലാസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ പെർഫോമൻസുമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്നു മഹേശ്വരി. നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഗുഡ്. സോ ഞാൻ നൽകുന്ന സ്കോർ, മഹേശ്വരി നാട്യമയൂരി. നിങ്ങളുടെ മാർക്ക് അറിയണോ അല്ലേ? നിർമ്മൽ സ്റ്റുഡിയോ എന്റർടൈൻമെന്റ് പ്രസന്റ് ചെയ്യുന്ന ഈ ഡാൻസ് കോമ്പറ്റീഷനിൽ ശ്രീ മഹാലക്ഷ്മി ഫൈനാൻസ് കോർപ്പറേഷൻ സ്പോൺസർ ചെയ്യുന്ന 5 lakhs ഗിഫ്റ്റിന് മഹേശ്വരി അർഹയായിരിക്കുന്നു. Thank you judges and thanks audience. മഹേശ്വരി, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ നിന്നോട് ഡാൻസ് കളിക്കട്ടെ? ഡാൻസോ? യെസ്. I love you.
അവസാനം ആക്ഷൻ ഹീറോ ഡാൻസിങ് ഹീറോ ആയിത്തീർന്നു അല്ലേ? ഹായ് ശിവ. വീട്ടിലേക്കല്ലേ? അതെ. കേറി ഡ്രോപ്പ് ചെയ്യാം. കുഴപ്പമില്ല, ഇവിടെ അടുത്തല്ലേ, നടന്നു പോയിക്കോളാം. അങ്ങനെയാണോ? ശരി, ഞാനും നടന്നേക്കാം. ഓ വരൂ. ആരാടാ ഇത്? ഇതൊക്കെ ഒരു തമാശയാണോ? സുന്ദരിയായ ഒരു പെണ്ണിനെ ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകാതെ നടത്തിക്കൊണ്ടു പോകുന്നു. ഇവൻ ആരാടാ? അടിപൊളിയാണ് സിറ്റി. ഇഡിയറ്റ്. ഇഡിയറ്റ് എന്ന് വിളിച്ചോ മോളെ? ആ മധുരമായ ചുണ്ടുകൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? എനിക്ക് അങ്ങോട്ട് വിഷമം വരുന്നു. വാട്ട്? വിട്ടേക്ക് ബോസേ. ഞാനും അത് തന്നെയാ പറഞ്ഞേ. മോളെ വിട്ടിട്ട് പോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഡാ, മോളെ പോയി വിളിച്ചോണ്ട് പോടാ. നീ സിനിമാ നടൻ കേശവനാ? അത് നിനക്കിതിന് കാര്യമില്ല, പുറത്തു പോ. പോന്ന് പറയുമ്പോ പറന്നു പോകാനായിട്ട് ഞാൻ പ്രാവോ കുരുവിയൊന്നും അല്ലല്ലോ അനിയ. നീ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇവിടം സിനിമാ ലൊക്കേഷനോ ഷൂട്ടിംഗ് ഒന്നും അല്ല, ഒറിജിനലാ. സിനിമയിലെ റൗഡികളായിരുന്നെങ്കിൽ മാസ്റ്റർ പറയുന്നത് പോലെ പ്ലാൻ ചെയ്ത് ഞാൻ അടിച്ചേനെ. അതല്ല, നിങ്ങൾ റിയൽ ആണെന്ന് പറയുമ്പോ മര്യാദ എന്താണെന്ന് പഠിക്കുന്നത് വരെയും അടിക്കും. സിനിമ ഡയലോഗ് അടിക്കാതെ ഒന്ന് പോടോ. നിനക്കൊക്കെ രണ്ടാമത്തെ പ്ലാനാണ് കറക്റ്റ്. വാടാ. ഡേയ്, അടിച്ച് കൊല്ലടാ. സർ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. നിങ്ങൾ ഇത്രയും വലിയ സ്റ്റാർ ആയിരുന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടി റോട്ടില്. സ്റ്റാർ ആണെങ്കിലും ഞാനൊരു മനുഷ്യൻ തന്നെയാ. സർ, 1 സെക്കൻഡ്, ഞാൻ എന്റെ ബാഗ് ഒന്ന് എടുക്കട്ടെ. ആരത്? ഫ്രണ്ട്സ് ആണ് സർ. ഉള്ള കാര്യം പറയടാ. അതായത് ഇനിയും പ്രപ്പോസ് ചെയ്തിട്ടില്ല സർ. എന്താ മുഹൂർത്തം സെറ്റ് ആയിട്ടില്ലേ? 16 മണിക്കൂറോളം ഫേസ്ബുക്കിൽ ഇങ്ങനെ ലോകാര്യങ്ങൾ മുഴുവൻ ചാറ്റ് ചെയ്തോണ്ടിരിക്കാം, പക്ഷെ മനസ്സിലുള്ള കാര്യം മാത്രം തുറന്നു പറയാൻ പറ്റുന്നില്ല അല്ലേ? എനിഹൗ, നിന്റെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ട്. നിന്റെ മനസ്സിലുള്ള കാര്യം ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞു കൊടുക്കുക. ഓക്കേ സർ. ഹാപ്പിയാണോ? ശരി സർ. അല്ല, നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ശിവ സർ, ആഡ് ഫിലിം ഡയറക്ടർ. സർ, ശിവ. എന്റെ പേര് അലക്യ. ഹലോ. ഹലോ സർ. ശരി ശിവ, എനിക്ക് ഷൂട്ടിങ്ങിന്റെ സമയമായി. ഞാൻ പോയിക്കട്ടെ. ഓക്കെ സർ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. സർ സർ സർ, നിങ്ങളുടെ ഓട്ടോഗ്രാഫ്. ഷുവർ. ബൈ ബൈ. താങ്ക് യു സോ Thank you, മച്ച് sir. സർ.
എന്താ വില്ലനാണോ? എന്റെ അനിയനെ ഏതെങ്കിലും പെണ്ണോട് സംസാരിച്ച അവനെ തല്ലാനൊക്കെ നീ ആയോ? തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിട്ടാണ് തല്ലിയത്. അഥവാ ദേഷ്യത്തിനാണ് തല്ലിയിരുന്നെങ്കിൽ ഈ സമയത്ത് നീ അവന്റെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടി വന്നേനെ. ഹോസ്പിറ്റലിൽ പോയി നിന്റെ അനിയന്റെ 3-4 മുറിവുകൾക്ക് 4-5 സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ 5-6 ദിവസം കൊണ്ട് അത് ശരിയാകും. പക്ഷെ ഇനിയും എന്റെ നേരെ വന്നാൽ ചുട്ടെടുത്ത് ഭസ്മമാക്കി കളയും. ഞാൻ വിചാരിച്ച ഇപ്പൊ നിന്നെ ഇവിടെ തന്നെ വെട്ടിമൂടും. അതാണ് എന്റെ നേരെ വരണ്ടെന്ന് പറഞ്ഞത്. അത് കൊള്ളാം, അത്രയ്ക്ക് ധൈര്യശാലിയോ? ഇത്രയും കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞു തന്നവൻ എന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് ഒന്നും പറഞ്ഞു തന്നില്ലേ? കട്ട് കട്ട് കട്ട്. സാർ വളരെ ഭംഗിയായിട്ട് ചെയ്തു. സാർ ഈ സമയത്ത് നല്ലൊരു സോങ് വെച്ചാ വളരെ ഭംഗിയായി.